ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യമ്മ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് വായിക്കുവാണ്. വിഷ്ണുവിൻ്റെ മകളാണ് സത്യ. ദൈവമേ, ഇതാരാ ഇത് എഴുതിയത്? രാഘവേട്ടനാണോ? ആരാ ഇതിവിടെ കൊണ്ടിട്ടത്? ഈ മുറിയിൽ രാഘവേട്ടനല്ലാതെ വേറെ ആരും കയറത്തില്ലല്ലോ. രാഘവേട്ടൻ തന്നെ കൊണ്ടുവന്ന് ഇട്ടതാണോ ഇനി? എന്തായാലും രാഘവേട്ടനോട് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം. രാഘവേട്ടാ എന്ന് വിളിച്ചോണ്ടിരിക്കുമ്പോൾ ദാണ്ടത് വിഷ്ണുവിൻ്റെ ഓട്ടോറിക്ഷ അങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണു വല്ല സങ്കടത്തിലാണ് വരുന്നതൊക്കെ. വിഷ്ണു വരുന്ന കണ്ടോണ്ട് സത്യമ്മ പെട്ടെന്ന് ആ പേപ്പർ ചുരുട്ടി പുറകോട്ട് പിടിക്കുവാണ്. അമ്മയുടെ നിൽപ്പും ഭാവമൊക്കെ അത്ര രസത്തിലല്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിഷ്ണു നടന്നു വരുന്നത്. ദേഷ്യത്തോടെ തന്നെ സത്യമ്മ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുക. വിഷ്ണു ഇങ്ങനെ സത്യമ്മയെ നോക്കിയിട്ട് പറയുന്നു, സുബേറിക്കട വീട്ടിൽ വന്നതാ. അപ്പോഴാണ് അവർ പറഞ്ഞത് ഈ വീട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. അതൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാ. സത്യമ്മ ഉടനെ പറയാം, എന്തായാലും നിനക്ക് വീടൊക്കെ ആയല്ലോ, പിന്നെ ഞങ്ങളുടെ കാര്യം അതൊക്കെ എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണും. ആരുമില്ലാത്തവർക്ക് ഈശ്വരനാ തുണ. അച്ഛനെന്തേ? എന്തോത്തിനാ? വിഷ്ണു അങ്ങനെ ചോദിക്കുമ്പോൾ രാഘവേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. വാടകയ്ക്കെടുത്ത വീട്ടിൽ പാലുകാച്ചൊക്കെ നടത്തിയിട്ട് താമസം മാറണമെന്നുണ്ട്. അമ്മയും അച്ഛനും കൂടെ വന്നിട്ട് പാലൊക്കെ കാച്ചി തരണം. അതേ, എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്നതേ നിന്റെ ഭാര്യയുടെ അമ്മയുണ്ടല്ലോ, ശാരദ. അവരോട് വന്ന് പാല് കാച്ചി തന്നാൽ മതി, അതേ നടക്കൂ. അതുകൊണ്ട് നീ അങ്ങനെ തന്നെ അങ്ങ് ചെയ്താൽ മതി. അത് കേട്ടോണ്ടാണ് രാഘവേട്ടൻ ഇങ്ങനെ ദേഷ്യത്തിൽ വരിക. അച്ഛാ, പുതിയതായിട്ടെടുത്ത വാടക വീട്ടിലെ പാല് കാച്ചി തരണം. പക്ഷെ അമ്മ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് രാഘവേട്ടൻ ദേഷിക്കുന്നുണ്ട്. എടാ മോനെ വിഷ്ണു, ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു കവർ പാൽ അങ്ങോട്ട് മേടിക്കണം. എന്നിട്ട് നീയും നിൻ്റെ ഭാര്യയും മക്കളും കൂടെ ആ പാലങ്ങ് കാച്ചണം. നിങ്ങളെ ഒരാളെയും വിളിക്കണ്ട. നിങ്ങളുടെ സന്തോഷമാണ് ആ വീട്ടിൽ വേണ്ടത്. പിന്നെ വേണ്ടത് അനുഗ്രഹം. അതിപ്പോൾ വന്നു തരണമെന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. നിനക്കതിനുള്ള യോഗം ഉണ്ടെങ്കിൽ അതെവിടെ നിന്നാലും കിട്ടും. രാഘവേട്ടൻ അങ്ങനെയൊക്കെ വിഷ്ണുവിനോട് പറഞ്ഞു കൊടുത്തത് സത്യാമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ ഈ ഉപദേശമാണ് അവനെ ഈ രീതിക്കൊക്കെ ആക്കി തീർത്തത്. രാഘവേട്ടൻ വിട്ടുകൊടുക്കുവോ? രാഘവേട്ടൻ പറയാം, അതെ, ഇതുവരെ ഇവൻ നീ പറയുന്നതൊക്കെ കേട്ടേ തലയാട്ടിപ്പാവയെ പോലെ നടക്കുമായിരുന്നല്ലോ. ഇപ്പോഴാ അവനവൻ്റെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി അവൻ ജീവിക്കാൻ പോകുന്നത്. മക്കൾ നല്ല നിലയെ ജീവിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരെ ഇങ്ങനത്തെ കടുംപിടുത്തമൊന്നും പിടിക്കത്തില്ല ഭാമേ. അനുഗ്രഹിക്കണം ഭാമേ നീ. അതെ, എൻ്റെ തീരുമാനമൊക്കെ ഞാൻ ആലോചിച്ചെടുത്തോളാം. രാഘവേട്ടൻ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എൻ്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിലേ അത് ഞാൻ ആലോചിച്ചെടുത്തോളാം. സങ്കടത്തോടെ നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി രാഘവേട്ടൻ പറയാം, എടാ മക്കളെ, അച്ഛൻ പറഞ്ഞ പോലെ നീ തീരുമാനം എടുക്കുക. അവളുടെ തീരുമാനം കൊണ്ടേ അവളിവിടെ ഇരിക്കട്ടെ. എടി ഭാമേ, ജീവിതം ഒന്നേ ഉള്ളു. ആ ജീവിതത്തിലെ സുഖവും സന്തോഷവും പിന്നെ ഇതുപോലെ കിട്ടുന്ന ഈ അസുലഭ നിമിഷങ്ങളും അതെ ആസ്വദിച്ച് മുന്നേറുന്നത് ഓരോ മനുഷ്യനും അവനവനോട് ചെയ്യുന്നത് തന്നെ നല്ല കാര്യം. അതിനൊന്നിനും ഒരു അവസരം കൊടുക്കാതെ ഇല്ലാത്ത കാരണവും പറഞ്ഞ് നീ ഈ വാശി തീർക്കുന്നത് നിന്റെ ജീവിതം മാത്രമല്ല, നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതം കൂടിയാണ്. ഇടയ്ക്കെങ്കിലും ഒക്കെ ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാ. എടാ മക്കളെ, നീ ചെല്ലടാ. അച്ഛൻ പറഞ്ഞ പോലൊക്കെ മോൻ ചെയ്യ്. വിഷ്ണു സങ്കടത്തോടെ പറയുന്നു, ഞാനിപ്പോൾ പോവുക അച്ഛ എന്നും പറഞ്ഞ് വിഷ്ണു ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാനൊരുങ്ങുമ്പോൾ സത്യമ്മ, ഡാ വിഷ്ണു അവിടെ നിന്നേ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുന്നു, സത്യ ആരാ? സത്യ ആരാന്നോ? അമ്മ എന്തുവാ ചോദിക്കുന്നത്? അതേടാ, സത്യ ആരാന്ന്. സത്യശാലിനിയുടെ മോള്. ശാലിനി എൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ അത് എൻ്റെ മകള് തന്നെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഓട്ടോ സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുകയാണ്. സത്യാമ്മയ്ക്ക് ആകെ ഒരു അങ്കലാപ്പ്. ഈ കത്ത് എങ്ങനെ അവിടെ വന്ന്? ഇത് ആരെഴുതി വെച്ചതാണ്? എന്തൊക്കെയോ സംശയങ്ങൾ. ഇത് രാഘവേട്ടൻ്റെ പണി തന്നെ ആണോ? രാഘവേട്ടൻ ഇനി മനഃപൂർവ്വം പറയാത്തതാണോ? സത്യാമ്മ അങ്ങനെ വലിയ ഗൗരവത്തിൽ തന്നെ ആ കത്ത് കൊണ്ടുവന്ന് രാഘവേട്ടൻ്റെ നേരെ ചൂണ്ടിയിട്ട് പറയുന്നു, ഇത് ആരെഴുതിയതാ? സത്യാമ്മ എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നും മനസ്സിലാകാതെ രാഘവേട്ടൻ ആ കത്തെടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന സത്യ വിഷ്ണുവിൻ്റെ മകളാണെന്നും ഇതെനിക്ക് നമ്മുടെ റൂമിൽ നിന്ന് കിട്ടിയതാണ്. രാഘവേട്ടൻ അത് എഴുതിപ്പിച്ചതാണെന്നും രാഘവേട്ടൻ അവിടെ കൊണ്ടുവച്ചതാണെന്നും എല്ലാം രാഘവേട്ടൻ മറന്നുപോയി. രാഘവേട്ടൻ അതിശയത്തോടെ നോക്കുക, നമ്മുടെ റൂമിൽ നിന്നോ? അതേ രാഘവേട്ട, ഇത് നിങ്ങൾ തന്നെ ഇത് എഴുതിയതാണ്. ഹാമേ നോക്കിക്കേ, ഇത് എൻ്റെ കയ്യക്ഷരമൊന്നും അല്ല. ഇത് ഏതോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എഴുതിയ പോലുണ്ട്. ഇത് മറ്റാരോ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി എഴുതിയതാ. രാഘവേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ സത്യമ്മ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് പറയുന്നു, നിങ്ങൾ അച്ഛനും മകനും കൂടിയേ എൻ്റെ മുന്നിൽ ഒരുപാട് നാടകം കളിക്കുന്നുണ്ട്, ഒരുപാട് നുണകളും നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ ഈ കള്ളക്കളികളെല്ലാം കണ്ടുപിടിച്ചിരിക്കും. ഈ പറയുന്നത് ഫാമയാണ്, സത്യഭാമ എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ ആ കത്തും കൊണ്ടങ്ങ് പോവുകയാണ്. രാഘവേട്ടൻ അവിടെ അത് തലപുകഞ്ഞ് ആലോചിക്കുക. എന്നാലും ആ കത്ത് ആരെഴുതിയതാ? ആരാ അത് അവിടെ കൊണ്ടിട്ടത്? സത്യാമ്മയുടെ ഉള്ള സമാധാനവും പോയി. സത്യമ്മ റൂമിൽ ചെന്ന് വീണ്ടും ആ കത്ത് നോക്കുവാണ്. വിഷ്ണുവിൻ്റെ മകളാണ് സത്യ.
ആ എഴുതിയത് തന്നെ നോക്കിയിരിക്കുവാണ്. രാഘവേട്ടനാണെങ്കിൽ എത്രയൊക്കെ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ സമയത്ത് ശാരദാമ്മയുടെ വീട്ടിൽ ശാരികയുടെ അമ്മായിയമ്മയും അമ്മാവനും കൂടെ വന്നിട്ടുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ് ശാരികയുടെ അമ്മായിയമ്മ. എത്ര നേരമെന്ന് വെച്ചാൽ കാത്തിരിക്കുന്നത്. ശാരികയും ശാലിനിയും കൂടെ എവിടെയോ പോയിരിക്കുമായിരുന്നു. അവരെ കാണാത്തൻ്റെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. എപ്പോൾ വരും എപ്പോൾ പോകുമെന്നൊക്കെ നിങ്ങളോട് പറയാതാണോ അവൾ പുറത്തിറങ്ങി പോകുന്നത്? അവരുടെ സംസാരമൊക്കെ ഇട്ട് ശാരദാമ്മ ഒന്നും മിണ്ടാൻ നിൽക്കുക. അപ്പോൾ ശാലിനിയുടെ കാറ് വരുന്നുണ്ട്. ശാലിനിയും ശാരിക അതിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവർ നോക്കുമ്പോൾ വാതക്കല്ലൊരു ഓട്ടോറിക്ഷ കിടക്കുന്നു. ഇതാര് വന്നതായിരിക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും അകത്തോട്ട് കയറി വരുന്നത്. അവരങ്ങനെ വന്നു നോക്കുമ്പോൾ ശാരികയുടെ അമ്മായിയമ്മയും അമ്മാവനും കൂടാണ്. ശാരിക ഇങ്ങനെ ദേഷിച്ച് നോക്കുവാണ് അങ്ങോട്ട് വരുമ്പോൾ. ശാരിക അവരെ അല്പം പോലും മൈൻഡ് ചെയ്യാതെ അകത്ത് കയറി പോവുക. അത് കണ്ടപ്പോൾ അമ്മായിയമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം. കണ്ടോ, നിങ്ങൾ കണ്ടോ അവിടെ അഹങ്കാരം കണ്ടോ? ഞങ്ങൾ എപ്പോൾ വന്ന് എന്തെങ്കിലും കുടിച്ചോ, എന്തെങ്കിലും അവൾ ചോദിച്ചോ? ഗോപാലേട്ടനും ശാരദാമ്മയും ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുവാണ്. അവരുടെ ചാട്ടവും വർത്തമാനവും കണ്ടിട്ട് നമ്മുടെ ശാലിന് ചോദിക്കുന്നത്, അങ്ങനെ സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലല്ലല്ലോ നിങ്ങൾ ചേച്ചിയെ കൊണ്ട് വിട്ടത്. നിങ്ങൾ എൻ്റെ ചേച്ചിയോട് കാണിച്ച എല്ലാ ക്രൂരതകൾക്കും പകരം വീട്ടാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. യോജിച്ച് പോകാൻ പറ്റുന്നതാണെങ്കിൽ യോജിച്ച് പൊയ്ക്കോട്ടേന്ന് കരുതിയിട്ടാ. വലിയ പ്രശ്നങ്ങളിലോട്ടൊന്നും പോകണ്ടെന്ന് കരുതിയിട്ടാ സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ ഈ കേസ് എവിടെ ചെന്ന് നിൽക്കുമെന്ന് വല്ല ബോധമുണ്ടോ? ശാലിനി പറഞ്ഞതൊക്കെ കേട്ടിട്ട് അവർക്ക് ഒരു കുനുക്കവുമില്ല. അവർ വലിയ ഗമേലിങ്ങനെ ദേഷ്യത്തോടെ തന്നെ ഇരിക്കുവാണ്. അച്ഛൻ എന്താ ഒന്നും സംസാരിക്കാത്തത് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഗോപാലേട്ടൻ പറയുക, എൻ്റെ മോളെ, ഇവർ നമ്മുടെ മോളോട് കാണിച്ചതും നമ്മുടെ മോൾ ഇവരോട് കാണിച്ചതും രാജീവ് കാണിച്ചതും എല്ലാം നമ്മൾ സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ചത്ത കുഞ്ഞിൻ്റെ ജാതകം വായിച്ചിട്ട് എന്ത് പ്രയോജനം? അതുപോലെ മാത്രം നോക്കിയാൽ മതി. ഇനി ശാരിക മോള് ഗർഭിണിയാണ്, അതറിഞ്ഞിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവർക്കാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് എന്തൊക്കെയോ ശാരിക മോളോട് ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. ശാരദാമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചോദിക്കട്ടെ മോളെ. രാജീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ അങ്ങോട്ട് തന്നെയല്ലേ പോകേണ്ടത്? എല്ലാവരും കൂടെ ഒന്നിച്ചല്ലേ ജീവിച്ച് പോകേണ്ടത്? വഴക്കും വക്കാലം ഒന്നുമില്ലാതെ ജീവിച്ച് പോകേണ്ടതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനൊക്കെ അതൊക്കെ ചെയ്തു കൊടുക്കാം. ഉടനെ ശാരിയെ വിളിക്കുന്നുണ്ട് ശാലിനി. ചേച്ചി ഇങ്ങ് വന്നേ, ചേച്ചിയോട് എന്തൊക്കെ അവർക്ക് ചോദിച്ചറിയാനുണ്ടെന്ന്. ശാരിക ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ രാജീവേട്ടൻ തന്നെ ആണോന്നാണോ? അതാണോ നിങ്ങൾക്ക് അറിയേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് തള്ള ചാടി എണീറ്റിട്ട് കണ്ടില്ലേ ഇവിടെ അഹങ്കാരം? ഇവളുടെ അച്ഛനും അമ്മയും സഹോദരിയും കണ്ടു നിൽക്കെ ഇവൾക്ക് ഇത്ര ധൈര്യത്തോടെ ഇവിടെ വാടണമെന്നുണ്ടെങ്കിലേ ഇവൾ എൻ്റെ വീട്ടിലെ ഏതൊക്കെ രീതിക്ക് എന്നോട് പെരുമാറിയിട്ടുള്ളതെന്നേ നിങ്ങൾക്കത് കണ്ടാൽ മോഹിക്കാവുന്നതല്ലേ ഉള്ളു. ഉടനെ അമ്മാവൻ ചാടി എണീറ്റിട്ട് പറയാം, ശാരിയെ, ഞങ്ങൾ നിന്നെ ചോദ്യം ചെയ്യാനൊന്നും വന്നതല്ല. നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻ്റെ അച്ഛനാരാണ് ചോദിക്കാനും വന്നതല്ല. രാജീവേ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടേ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. അതിപ്പം ഞാൻ എന്നിങ്ങനെ ശാരിക പറയുമ്പോൾ പെട്ടെന്ന് ഗോപാലൻ നായർ പറയുന്നു, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് പറയട്ടെ മോളെ, അത് സാധിച്ചു കൊടുക്കാൻ ചെയ്യാമല്ലോ. കാര്യങ്ങളൊക്കെ ഒരുവിധം ഒത്തുതീർപ്പിലാക്കണമെന്ന് തന്നെ എൻ്റെയും ആഗ്രഹം. അത് കേട്ടിട്ട് ഉടനെ വിജയലക്ഷ്മി പറയുക, കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും ദിവസം നീ അവിടെ നിന്നപ്പോൾ ഉണ്ടാകാത്ത ലക്ഷണങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴാണോ നിനക്കുണ്ടാകാൻ തുടങ്ങിയത്? നിനക്കെന്താ അവിടെ നിന്നപ്പോഴേ നീ ഗർഭിണിയാണെന്നുള്ള വിവരം നിനക്ക് അറിയത്തില്ലായിരുന്നോ എന്ന് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ഈ പെണ്ണുമ്പിള്ളയുടെ ചാട്ടവും അഹങ്കാരവും ഒക്കെ കണ്ടിട്ട് നമ്മളെ ശാരദാമ്മ പറയുക, അയ്യോ വിജയലക്ഷ്മി, അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വെച്ച് അവൾക്ക് സുഖമില്ലാതെ വന്നപ്പോഴേ ഡോക്ടർ വന്ന് പരിശോധിച്ച് പറയുമ്പോഴാണ് ഞങ്ങളും ഇവളും ഒക്കെ ഇതറിയുന്നത് തന്നെ. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിയും കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശാരിക പറയുക, പിന്നെ നിങ്ങൾ എന്ത് കരുതി? എനിക്ക് ദിവ്യഗർഭം ആരെങ്കിലും തന്നതാണെന്ന് കരുതിയോ? എന്തു പറഞ്ഞടി നീ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി ശാരികയെ അടിക്കാനായിട്ട് കൈ ഓങ്ങി പോവാണ്. അത് കണ്ടുകൊണ്ട് ഗോപാലൻ നായരും അങ്ങ് ഞെട്ടി എഴുന്നേക്കുവാണ്. വിജയലക്ഷ്മിയുടെ ദേഷ്യം അടങ്ങുന്നില്ല. കണ്ടില്ലേ നിങ്ങൾ ഇവിടെ നാവ് വളയ്ക്കുന്നത്? ഇവളുടെ ഈ തറുതല പറച്ചിലും മേലും കീഴും നോക്കാതെയുള്ള പെരുമാറ്റവും. പിന്നെ എങ്ങനെയാ ഇവളിവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ സ്വസ്ഥതയായിട്ട് ജീവിക്കുന്നത്? എല്ലാം പഠിപ്പിച്ച് പാകമാക്കി വെച്ചിരിക്കുന്നത് ഈ പരുവത്തിലല്ലേ എന്ന് ശാരദാമ്മയെ നോക്കിയാണ് പറയുന്നത്. ശാലിനിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ശാലിനി വന്നിട്ട് പറയാം, അതെ, പഠിപ്പിച്ചതിൻ്റെ മഹത്വമൊന്നും നിങ്ങളിപ്പോൾ പറയണ്ട. രാജീവ് സാറുവേ, നിങ്ങൾ പറഞ്ഞ കേട്ട് നിങ്ങളുടെ വാക്കുകൾ അനുസരിച്ചും ചേച്ചിയോട് പെരുമാറിയത് എന്തൊക്കെയാണെന്നും ഞങ്ങൾ അറിഞ്ഞു. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നതേ അമ്മയും അയാളുടെ അമ്മാവനും പറയുന്നത് കേട്ട് ദ്രോഹിക്കാനല്ല, ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാനായിട്ടാ.
ആദ്യം നിങ്ങളുടെ മകനെ അത് പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്ക്. എന്നിട്ട് മതി ഇവളെ ഇവിടെ പഠിപ്പിച്ചതിൻ്റെയൊക്കെ കണക്കെടുക്കുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ എൻ്റെ ചേച്ചിയെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അടിക്കാൻ കൈ ഓങ്ങിയത് ഞാൻ കണ്ടു. എൻ്റെ ചേച്ചിയെ ഇതുവരെയും നിങ്ങൾ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നതേ ഞാൻ പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിച്ചിരുന്നില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ പലതും മനസ്സിലായി. പിന്നെ ഇനിയും ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിലും മുന്നോട്ടുള്ള പോക്കിനും രാജീവ് സാർ ഇവിടെ വരണം. രാജീവ് സാർ ഇവിടെ വന്ന് സംസാരിച്ചിട്ട് മാത്രമേ ഇനി ഇതിനോട് നീക്കുപോക്കുള്ളൂ. അല്ലാതെ എന്ത് ധൈര്യത്തിലാണ് ചേച്ചിയെ ഞങ്ങൾ നിങ്ങളോടൊപ്പം അയക്കുന്നത്? അങ്ങ് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ നടന്നതേ ഞാനങ്ങ് നേരിട്ട് കണ്ടതല്ലേ. ഇതൊക്കെ കേട്ടോണ്ട് തന്നെ ആ മരങ്കോന്തൻ അമ്മാവൻ പറയുന്നത് എന്നാൽ പിന്നെ അങ്ങ് അങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ പിന്നെ വെറുതെ സംസാരിച്ചുകൊണ്ട് നിന്നാലേ എങ്ങും ഒരിടത്തും പോയി എത്തത്തില്ല. കാര്യങ്ങളൊന്നും ഒട്ടും മുന്നോട്ട് നീങ്ങത്തതുമില്ല. വിജയലക്ഷ്മി പറയുക, ആര് വന്നാലും സംസാരിച്ചാലും ഇവളൊരു പൊടിക്കെങ്കിലും ഒതുങ്ങണം, എന്നാൽ മാത്രമേ എൻ്റെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവത്തുള്ളൂ. അത് കേട്ടിട്ട് ഗോപാലേട്ടൻ പറയുന്നത്, അതിനെ നിങ്ങളൂടെ ശ്രമിക്കണം. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ പെരുമാറ്റം വെച്ചോണ്ടേ നിങ്ങളവിടെ ഉള്ളിടത്തോളം കാലം രാജീവിനും ഇവക്കും സ്വസ്ഥതയായിട്ട് അവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടതും വിജയലക്ഷ്മി ദേഷ്യം കൊണ്ട് തുള്ളുക. എന്നാലേ അമ്മയെ അമ്മാവനെയും നിങ്ങളെ അടിച്ചിറക്കിയെന്ന് ഞാൻ അവനോട് വിളിച്ച് പറയും. ആഹാ, ഇപ്പം കാണിച്ചു തരാം, വാ കൃഷ്ണൻകുട്ടി ചേട്ടാ ഇങ്ങോട്ട്, ഇവിടെ നിൽക്കണ്ടായിനി എന്നും പറഞ്ഞ് കൃഷ്ണൻകുട്ടി ചേട്ടനെയും വലിച്ചുകൊണ്ട് വിജയലക്ഷ്മി അങ്ങ് പോവുക. വാതക്കലോട്ടങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് കൃഷ്ണൻകുട്ടി ചേട്ടനമ്മാവനെ കുറച്ച് മണ്ണ് വാരി പ്രാഗി അങ്ങ് എറിയുവാണ്. എൻ്റെ ദൈവമേ, ഇതിനെങ്ങനെയാ ഇനി ഒരു പരിഹാരം ഉണ്ടാകുന്നത്? ശാരദാമ്മ തലയെ കൈവച്ചുകൊണ്ട് പറയുക. ശാലിനി പറയുന്നു, പരിഹാരമൊക്കെ ഉണ്ടാകുമമ്മേ, അതിന് രാജീവ് സാർ ഇവിടെ വരണം. അയാൾ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. രാഘവേട്ടനുണ്ട് കയ്യും കാലും ഒക്കെ ഇങ്ങനെ തിരുമുക. പൊന്നിയാണെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബേക്കറി പലഹാരങ്ങളൊക്കെ അടുക്കി അടുക്കി വെക്കുക. സത്യാമ്മ പൊന്നിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് പറയുന്നു, ഇത് നിനക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനോ കഴിക്കാനോ ഒക്കെയുള്ള കാശാ. അപ്പോൾ സത്യാമ്മ ഇന്ന് വരുന്നില്ലേ? ഞാനിന്ന് വരുന്നില്ല പൊന്നി, എനിക്ക് 1-2 പേരെ കാണാനുണ്ട്. സ്ഥിരം കൊടുക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കുന്ന കാര്യം നീ മറക്കല്ലേ, ഒന്നും വിട്ടുപോകല്ലേ. ഞാനിനി വല്ലതും എഴുതി തരണോ? അയ്യോ, അതിൻ്റെ ആവശ്യം ഒന്നുമില്ല സത്യാമ്മേ, എനിക്ക് എല്ലാവരെയും അറിയാം, ഞാൻ എല്ലായിടവും കൊണ്ട് കൊടുത്തോളാം എന്നും പറഞ്ഞ് പൊന്നി അവിടുന്ന് പോവുകയാണ്. സത്യാമ്മ ആ കത്ത് കിട്ടിയതിലിരുന്ന് ഊണും ഉറക്കവും എല്ലാം പോയി. സത്യാമ്മയുടെ സ്വസ്ഥതയും പോയി, ഒരു സമാധാനവും ഇല്ല. സത്യാമ്മ വീണ്ടും ആ പേപ്പർ എടുത്ത് വെച്ച് നോക്കുവാണ്. വിഷ്ണുവിൻ്റെ മകളാണ് സത്യ. ഇത് തന്നെ ഒരു 1000 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. സത്യാമ്മ ആ പേപ്പറും കൊണ്ട് വന്ന് രാഘവേട്ടനെ ഒന്ന് നോക്കിയിട്ട് രാഘവേട്ടൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുവാണ്. എപ്പോഴും ചാടിത്തുള്ളി സംസാരിക്കുന്ന നമ്മുടെ സത്യാമ്മ വളരെ സൗമ്യതയോടെയാണ് രാഘവേട്ടനോട് സംസാരിക്കുന്നത്. രാഘവേട്ട, ഇനിയെങ്കിലും ഒന്ന് നല്ലതുപോലെ ഓർത്ത് പറ. രാഘവേട്ടൻ അറിയാതെ ഈ പേപ്പർ ഇവിടെ വരില്ല. ഓർമ്മ നഷ്ടപ്പെട്ട് സകല കിളിയും പറന്നു പോയ രാഘവേട്ടന് ഇത് വല്ലതും ഓർക്കാൻ പറ്റുമോ? രാഘവേട്ടൻ പറയുക, എൻ്റെ ഫാമേ, ഞാനീ പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേ? എനിക്ക് ഈ പേപ്പറിനെ കുറിച്ച് ഒരറിവുമില്ല ഫാമേ. നീ ആ എഴുതിയതിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. അത് ഞാൻ എഴുതിയതല്ല, അതെൻ്റെ കയ്യക്ഷരമല്ല. നീ ഇനി എപ്പോൾ ചോദിച്ചാലും ഞാൻ അതേ പറയൂ. കാരണമേ എനിക്കറിയാവുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ എങ്ങനെയാ ഈ കടലാസ് നമ്മുടെ മുറിയിൽ വന്നത്? നമ്മൾ 2 പേരും അല്ലാതെ ആരാ രാഘവേട്ട പിന്നെ ഇവിടെ ഉള്ളത്? ഇനിയിപ്പോൾ പൊന്നിയോ പിള്ളയോ അങ്ങോട്ട് പോയാലും അവർക്കിതൊക്കെ പറയേണ്ട അഭിപ്രായം ഇല്ലല്ലോ. എൻ്റെ രാഘവേട്ട, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് നിങ്ങൾ മൂലമല്ലാതെ ഈ പേപ്പർ അവിടെ വരാൻ യാതൊരു മാർഗവും ഇല്ല. രാഘവേട്ടൻ പെട്ടെന്ന് തലയ്ക്ക് കൈവച്ചിട്ട് പറയാം, അയ്യോ എൻ്റെ ഫാമേ, എനിക്കിനി പറയാൻ വയ്യ. ഇത് നിന്നെ കളിപ്പിക്കാൻ വേണ്ടി ആരോ പേപ്പറേ അവിടെ കൊണ്ട് വെച്ചതാണെങ്കിലോ? ഞാൻ നോക്കിയിട്ട് ഫാമേ, നീ സത്യയുടെ കാര്യം അറിയാൻ പിടിവാശി എടുക്കുന്നില്ലയോ? അത് മനസ്സിലാക്കിയിട്ട് ആരോ അവരുടെ കൈപ്പടൽ എഴുതിയ കടലാസായത്. അത് കേട്ടിട്ട് സത്യാമ്മ ചോദിക്കുന്നു, എന്നെ അങ്ങനെ കുഴപ്പത്തിലാക്കിയിട്ട് ആർക്ക് എന്ത് ലാഭം ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാത്രം ചിന്തിക്കുന്നതും നമ്മൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഈ ഒരു കാര്യം പുറത്തുള്ള ഒരാളിലോട്ട് എങ്ങനെ എത്താനാ? ഇതെന്തായാലും രാഘവേട്ട, പുറത്തുള്ള ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന പണിയല്ല, ഇതകത്തുള്ള ആളിൻ്റെ പണി തന്നെയാ. സത്യാമ്മയ്ക്ക് രാഘവേട്ടനെ തന്നെയാണ് സംശയം. രാഘവേട്ടൻ മറന്നു പോയതായിരിക്കുമല്ലോ. അതൊന്ന് ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടി സത്യാമ്മ പല ശ്രമം നടത്തിയിട്ടും ഒന്നും നടക്കുന്നില്ല. രാഘവേട്ട, ഒന്നുകിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ കാണിക്കുന്നത് മുഴുക്കെ വെറും അഭിനയമാണ്. ഈ സത്യം മറച്ചു വെച്ചോണ്ടുള്ള നിങ്ങളുടെ വെറും അഭിനയം. അതും അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചോണ്ട് തന്നെ നിങ്ങളിത് എഴുതിയിരിക്കുന്നത്. ഫാമേ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഫാമ എന്നെ തന്നെ സംശയം വെച്ച് സംസാരിക്കുന്നത്.
എന്ത് ലക്ഷ്യമാണ് എനിക്ക്? പിന്നെ വലിയ അന്താരാഷ്ട്ര ലക്ഷ്യമല്ലയോ? ഗൂഢാലോചനകളൊക്കെ നടത്തി എനിക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട്. സത്യാമ്മയുടെ ക്ഷമ നശിച്ച്. സത്യാമ്മ പറയാ, രാഘവേട്ട, എനിക്കിത് അന്താരാഷ്ട്ര പ്രശ്നം തന്നെയാണ്. ഞാൻ വർഷങ്ങളായി അറിയാൻ ആഗ്രഹിച്ചിരുന്ന സത്യങ്ങളാണിത്. ആ സത്യമാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയും നാളും ഇത്രയും നേരവും കണ്ട സത്യാമ്മയല്ല പിന്നെ നമ്മൾ കാണുന്നത്. പെട്ടെന്ന് സത്യാമ്മ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാം, രാഘവേട്ട, ഇത് സത്യമാണെങ്കിൽ ശാലിനിയോടും ആ കുഞ്ഞിനോടും ഞാൻ കാണിച്ച ദ്രോഹങ്ങളും ക്രൂരതകളും വളരെ വലുതാണ്. അയ്യോ, ഞാൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റായിട്ട് മാറും. രാഘവേട്ട, ജീവിതകാലം മുഴുക്കെ ഓർത്തോർത്ത് കരയാനുള്ള തീരാത്ത സങ്കടമായിട്ടത് മാറും രാഘവേട്ട. അതുകൊണ്ടാ രാഘവേട്ട ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്, ഈ എഴുതിയതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? രാഘവേട്ടൻ സത്യാമ്മയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് ആ പേപ്പർ ഇങ്ങോട്ട് തന്നെ എന്നും പറഞ്ഞ ആ പേപ്പർ ഇങ്ങോട്ട് വാങ്ങിയിട്ട്, ഈ പേപ്പറല്ലേ ഇപ്പം നിന്റെ പ്രശ്നം എന്നും പറഞ്ഞ് ചുരുട്ടി ഒരൊറ്റ ഏറ്. ഇങ്ങനെ ഒരു പേപ്പർ ഇവിടെ കൊണ്ടുവന്ന് ആരും വെച്ചിട്ടുമില്ല, അങ്ങനെ ഒരു കാര്യം ആരും എഴുതിയിട്ടുമില്ല എന്നും പറഞ്ഞ് നമ്മുടെ രാഘവേട്ടൻ ഒന്നും അറിയാൻ വയ്യാത്തവനെ പോലെ അങ്ങനെ ഇരിക്കുവാണ്. പാവം രാഘവേട്ടൻ്റെ ഓർമ്മ ഒരു നിമിഷത്തേക്കെങ്കിലും ഒന്ന് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് സത്യാമ്മയും ഇപ്പം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, രാഘവേട്ടൻ്റെ ഓർമ്മ തിരിച്ച് കിട്ടുമോ? രാഘവേട്ടൻ തന്നെ സത്യം പറയുമോ? അതോ സത്യാമ്മ തന്നെ ഈ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.